ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയെ അനുഗമിക്കാൻ വന്ന ചിലരോട് ഈശോ പറഞ്ഞു, പറവകൾക്ക് ആകാശമുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. 3 കൊല്ലത്തെ പരസ്യ ജീവിതകാലത്ത് യേശുവും ശിഷ്യന്മാരും ചുരുക്കം ചില അവസരങ്ങളിലാണ് ലാസറിൻ്റേതുപോലെയുള്ള വീടുകളിൽ താമസിച്ചിട്ടുള്ളത്. ബാക്കി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഏതെങ്കിലും തോടിൻ്റെ അരുവിയുടെ അടുത്തോ സൗകര്യമുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ കിടന്നുറങ്ങും, അവിടെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. പിറ്റേ ദിവസം വീണ്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് യാത്ര പുറപ്പെടും. അപ്പോൾ ഈശോ ജനിച്ചതെവിടെയാണ്? കന്നുകാലിത്തൊഴുത്തിൽ. മരിച്ചതെവിടെയാണ്? മരക്കുരിശിൽ. ജീവിച്ചതോ ഏറ്റവും പാവപ്പെട്ട ഒരവസ്ഥയിലൂടെ ജീവിച്ചു. എന്തിനു വേണ്ടിയാണ് ഈശോ ഇങ്ങനെ ചെയ്തത്? നമുക്ക് മാതൃകയാകാൻ, വലിയ സ്വത്തുണ്ടാകാനും രാജ്യം മുഴുവൻ വെട്ടിപ്പിടിക്കാനും ശ്രമിച്ചില്ലേലും ജീവിച്ചു പോകാം, അവസാനം സ്വർഗത്തിൽ കാണണം. ഇതാണ് ദൈവത്തിൻ്റെ പരമോന്നതമായ ഇഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. 3 രാജാക്കന്മാര് ഉണ്ണീശോയെ കാണാനായിട്ട് വന്നു, അല്ലെങ്കിൽ നക്ഷത്രത്തെ പിന്തുടർന്ന് അവര് വന്നു. ഹെറോദേസിന്റെ അരമനയുടെ അടുത്ത് വന്നപ്പോൾ നക്ഷത്രം കാണാതായി. അപ്പം എന്ത് ചെയ്യും? ഹെറോദേസിന്റെ അരമനയിൽ ചെന്ന് അന്വേഷിച്ചു. അവരന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ ജ്യോത്സ്യന്മാരെ എല്ലാം വിളിച്ച്, വചനം അറിയാവുന്നവരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശു ജനിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടി. മാത്രമല്ല, ഈ ശിശുവിനെ ആരാധിക്കാൻ വന്നതാണ് ഇവർ. ഒരു യൂദയായുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രാജാവാകാൻ നിശ്ചയിച്ചിരിക്കുന്ന ആളാണെന്ന് കേട്ടപ്പോൾ ഹെറോദേസും ജെറൂസലം മുഴുവനും നടുങ്ങിയെന്നാണ് പറഞ്ഞു. ഏതായാലും വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. ആ നക്ഷത്രം ബെത്ലഹേമിൽ ചെന്ന് അവസാനിച്ചു. ഇങ്ങനെയൊരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിപ്പൈതങ്ങളെയൊക്കെ കൊല്ലുമായിരുന്നോ? ഈശോയ്ക്ക് ഈജിപ്തിലേക്ക് ഓടി പോകേണ്ട വരുമായിരുന്നോ? ഈശോയുടെ സഹനവും കുരിശുമരണവും പിതാവിൻ്റെ നിശ്ചയമായിരുന്നു. എന്തിനു വേണ്ടി? ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയാകാൻ. ആദ്യത്തെ ആദവും ഹവ്വായും പാപം ചെയ്തു, ദൈവകൃപ നഷ്ടപ്പെടുത്തി. അപ്പോൾ രണ്ടാമത്തെ ആദം വന്നു. ആരാണ് രണ്ടാമത്തെ ആദം? യേശു. രണ്ടാമത്തെ ഹവ്വ മറിയം. അവരുടെ മാതൃകയും പ്രബോധനവും വഴി മനുഷ്യവർഗം മുഴുവനും മനസ്സിലാക്കണം, ഈ ലോക ജീവിതം, ഈ ലോകത്തിലെ സുഖം നമ്മുടെ ലക്ഷ്യമല്ല. സ്വർലോക സൗഭാഗ്യമാണ് എല്ലാവരും ലക്ഷ്യം വെക്കേണ്ടത്. ഇതൊരു താൽക്കാലിക വസതിയാണ്. ഈ ഭൂമിയിലെ ജീവിതം ഒരു പ്രവാസകാലം പോലെയാണ്. തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചു പോകണം. ആർക്കെങ്കിലും എനിക്ക് മരിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഒരാൾക്കെങ്കിലും പറ്റുമോ? ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം വിളിക്കുമ്പോൾ തിരിച്ചു പോകണം. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉണ്ടായപ്പോൾ തന്നെ നമ്മുടെ മരണത്തീയതി നിശ്ചയിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. എങ്ങനെയാ മരിക്കുന്നൊക്കെ ദൈവം വിളിക്കുമ്പോൾ ആർക്കും എതിർത്ത് നിൽക്കാൻ പറ്റുകയില്ല. യേശു എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? എത്രാമത്തെ വയസ്സിലാണ്? 33-ാമത്തെ വയസ്സ്. 33 കഴിഞ്ഞവരൊക്കെ കൈപൊക്കിയേ. കണ്ടോ? യേശുവിനേക്കാൾ കൂടുതൽ കാലമാണ് ജീവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.